കാളതൻ്റെ ഉടയവൻ്റെ കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടി അറിയുന്നല്ലോ എൻ ജനമറിയുന്നില്ല. കാളതൻ്റെ ഉടയവൻ്റെ കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടി അറിയുന്നല്ലോ എൻ ജനമറിയുന്നില്ല. ആകാശമീ കേൾക്കാം, ഭൂമി ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. അധ്യായം 3, 12 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ഏഹൂദ്. ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു. അതിനാൽ അവിടുന്ന് മോവാബ് രാജാവായ എഗ്ലോനെ ഇസ്രായേലിനെതിരെ പ്രബലനാക്കി. അവൻ അമ്മോന്യരെയും അമലേക്യരെയും കൂട്ടി ഇസ്രായേലിനെ പരാജയപ്പെടുത്തി ഈന്തപ്പനകളുടെ നഗരം കൈവശമാക്കി. ഇസ്രായേൽ ജനം മോവാബ് രാജാവായ എഗ്ലോനെ 18 വർഷം സേവിച്ചു. എന്നാൽ ഇസ്രായേൽ ജനത കർത്താവിനോട് നിലവിളിച്ചപ്പോൾ അവിടുന്ന് അവർക്ക് ഒരു വിമോചകനെ നൽകി. ബെഞ്ചമിൻ ഗോത്രജനായ ഗേരയുടെ മകനും ഇടത്തുകയ്യനുമായ ഏഹൂദായിരുന്നു അത്. ഇസ്രായേൽ അവൻ വശം മോവാബ് രാജാവായ എഗ്ലോന് കാഴ്ച കൊടുത്തയച്ചു. ഏഹൂദ് 1 മുഴം നീളമുള്ള ഇരുവായ് തലവാൾ ഉണ്ടാക്കി വസ്ത്രത്തിനടിയിൽ വലത്തെ തുടയിൽ കെട്ടിവെച്ചു. അവൻ മോവാബ് രാജാവായ എഗ്ലോന് കാഴ്ച സമർപ്പിച്ചു. എഗ്ലോൻ തടിച്ചു കൊഴുത്ത മനുഷ്യനായിരുന്നു. ഏഹൂദ് കാഴ്ച സമർപ്പിച്ചു കഴിഞ്ഞ് ചുമട്ടുകാരെ പറഞ്ഞയച്ചു. എന്നാൽ ഗിൽഗാലിൽ ശിലാവിഗ്രഹങ്ങളുടെ അടുത്ത് ചെന്നപ്പോൾ അവൻ തിരിഞ്ഞു നടന്ന് രാജാവിൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു, അല്ലയോ രാജാവേ, എനിക്ക് അങ്ങയെ ഒരു രഹസ്യ സന്ദേശം അറിയിക്കാനുണ്ട്. രാജാവ് പരിചാരകരോട് പുറത്തു പോകാൻ ആജ്ഞാപിച്ചു. അവർ പോയി. രാജാവ് വേനൽക്കാല വസതിയിൽ ഇരിക്കുകയായിരുന്നു. ഏഹൂദ് അടുത്തു വന്നു പറഞ്ഞു, ദൈവത്തിൽ നിന്ന് നിനക്കായി ഒരു സന്ദേശം എൻ്റെ പക്കലുണ്ട്. അപ്പോൾ അവൻ എഴുന്നേറ്റു നിന്നു. ഏഹൂദ് ഇടത്തെ കൈകൊണ്ട് വലത്തെ തുടയിൽ നിന്ന് വാൾ വലിച്ചെടുത്ത് അവൻ്റെ വയറ്റിൽ ശക്തിയായി കുത്തിയിറക്കി. വാളോടൊപ്പം പിടിയും അകത്ത് കടന്നു. വാൾ ഊരിയെടുക്കാതിരുന്നത് കൊണ്ട് കൊഴുപ്പ് അതിനെ മൂടി. അനന്തരം ഏഹൂദ് പൂമുഖത്തിറങ്ങി അവനെ അകത്തിട്ട് വാതിലടച്ചു പൂട്ടി. അവൻ പോയി കഴിഞ്ഞ് പരിചാരകർ വന്നു. മുറിയുടെ കതകുകൾ പൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ ദിനചര്യയ്ക്ക് രഹസ്യമുറിയിലായിരിക്കുമെന്ന് അവർ വിചാരിച്ചു. അവർ കാത്തിരുന്നു കുഴഞ്ഞു. എന്നിട്ടും മുറിയുടെ വാതിലുകൾ തുറക്കാതിരുന്നത് കണ്ടപ്പോൾ അവർ താക്കോലെടുത്ത് തുറന്നു. അതാ രാജാവ് തറയിൽ മരിച്ചു കിടക്കുന്നു. അവർ കാത്തിരുന്ന സമയത്ത് ഏഹൂദ് ശിലാവിഗ്രഹങ്ങൾക്കപ്പുറമുള്ള സെയിറായിലേക്ക് രക്ഷപ്പെട്ടു. അവൻ എഫ്രായിം മലമ്പ്രദേശത്തെത്തിയപ്പോൾ കാഹളം മുഴക്കി. ഇസ്രായേൽ ജനം മലയിൽ നിന്ന് അവൻ്റെ നേതൃത്വത്തിൽ താഴേക്കിറങ്ങി. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ പിന്നാലെ വരിക. കർത്താവ് നിങ്ങളുടെ ശത്രുക്കളായ മോവാബ്യരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവർ അവൻ്റെ പിന്നാലെ പോയി മോവാബിനെതിരെയുള്ള ജോർദാൻ്റെ കടവുകൾ പിടിച്ചടക്കി അതിലെ കടന്നു പോകാൻ ഒരുവനെയും അനുവദിച്ചില്ല. ധീരന്മാരും കരുത്തുറ്റവരുമായ 10,000-ഓളം മോവാബ്യരെ അന്ന് അവർ കൊന്നു. ഒരുവൻ പോലും രക്ഷപ്പെട്ടില്ല. അങ്ങനെ മോവാബ് ആ ദിവസം ഇസ്രായേലിന് അധീനമായി. 80 വർഷത്തേക്ക് നാട്ടിൽ ശാന്തി നിലനിന്നു. ശങ്കാർ. ഏഹൂദിൻ്റെ പിൻഗാമിയും അനാത്തിൻ്റെ പുത്രനുമായ ശങ്കാർ 600 ഫിലിസ്ത്യരെ ചാട്ടകൊണ്ട് കൊന്നു. അവനും ഇസ്രായേലിനെ രക്ഷിച്ചു. കർത്താവിൻ്റെ വചനം.